കൊൽക്കത്തയിലെ മാനഭംഗ കേസിൽ ബഹുജന പ്രതിഷേധവുമായി ബി.ജെ.പി. പ്രതിഷേധിച്ച നേതാക്കളെ കൂട്ടത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കേന്ദ്രമന്ത്രി സുഗാന്ത മജുംദാറും പ്രതിഷേധത്തിൽ. മാനഭംഗ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ബി.ജെ.പി. 4-അംഗ സമിതിയെ നിയോഗിച്ചു. അതേസമയം പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായി എന്ന് മെഡിക്കൽ റിപ്പോർട്ട്. കഴുത്തിനു ചുറ്റും കൂടുതൽ പരിക്ക്, ബലപ്രയോഗം നടന്നതിനും തെളിവ്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഈ വിഷയത്തിൽ ബി.ജെ.പിയുടെ വളരെ നിർണായകമായ ഇടപെടലുകൾ വരികയാണ്. കടുത്ത പ്രതിഷേധമുയർത്തി കൊൽക്കത്തയുടെ തെരുവുകളിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ ഇറങ്ങുന്ന സാഹചര്യം. ഒപ്പം തന്നെ 4-അംഗ സമിതി രൂപീകരിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുക കൂടി ചെയ്യുകയാണ് ബി.ജെ.പി. അപ്പോൾ വലിയ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വിവരങ്ങൾ. കൊൽക്കത്തയിലെ നിലവിൽ നടന്നിട്ടുള്ള പീഡനവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം തെരുവുകളിലേക്ക് പടർന്നു പിടിക്കുകയാണ്. നിലവിലിപ്പോൾ ബി.ജെ.പിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. കേന്ദ്രമന്ത്രി സുഗാന്ത മജുംദാറിൻ്റെ നേതൃത്വത്തിലാണ് ബി.ജെ.പി. ഇന്ന് കൊൽക്കത്തയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പക്ഷേ ബംഗാൾ പോലീസ്, കൊൽക്കത്ത പോലീസ് നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയും നമ്മൾ കാണാൻ സാധിച്ചു. വലിയ തോതിൽ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ബഹുജന പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. കാരണം ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗ കൊലപാതകം നടന്ന 6 മാസം തികയും മുൻപാണ് മമതാ ബാനർജിയുടെ തട്ടകത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു കൂട്ടബലാത്സംഗം നടന്നിട്ടുള്ളത്. അതിൽ ആ പെൺകുട്ടി ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് വരുന്നതേയുള്ളൂ. നിലവിൽ ബി.ജെ.പി. മറ്റൊന്നുകൂടി ചെയ്തിട്ടുണ്ട്. ഒരു 4-അംഗ സമിതിയെ അവിടേക്ക് ഇതിൻ്റെ ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അതിൽ മീനാക്ഷി ലേഖി, ബിപ്ലബ് കുമാർ ദേബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടം നേടിയിട്ടുണ്ട്. അവരതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷന് സമർപ്പിക്കുകയും ചെയ്യും. അതേസമയം നിലവിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി അതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മെഡിക്കൽ പരിശോധനാ ഫലം പുറത്തു വന്നു. പെൺകുട്ടി ക്രൂര പീഡനത്തിന് വിധേയയായി എന്നുള്ളതാണ് വിവരം. കഴുത്തിന് ചുറ്റും കൂടുതൽ പരിക്ക് കാണുന്നുണ്ട്, ബലപ്രയോഗത്തിന് തെളിവുണ്ട് എന്ന കാര്യവും ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിദ്യാർത്ഥിനിയുടെ ശരീരത്തിലാകമാനം പല്ലിൻ്റെയും നഖത്തിൻ്റെയും പാടുകളുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നു. അതായത് ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതിനുള്ള എല്ലാ തെളിവും കിട്ടിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി നേതാവ് ആണ് അതിൽ പ്രതിയായി ഇപ്പോൾ പിടികൂടപ്പെട്ടിട്ടുള്ളത്. ആകെ 4 പേരാണ് പ്രതികൾ. ശ്രീകാന്ത്, ഈ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴും. അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് വലിയൊരു കൂട്ടമാനഭംഗത്തിൻ്റെ വിവരം മമത എന്ന് പറയുന്ന പ്രമുഖയായ വനിതാ നേതാവ് തന്നെ ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തു വരുന്നത്. സന്ദേശ് ഖാലിയുടെ മുറവുണങ്ങിയിട്ടില്ല. അപ്പോൾ മമത എന്ന വനിതാ നേതാവ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷ എന്ന വലിയ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുകയല്ലേ? അക്കാര്യത്തിൽ സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം സന്ദേശ് ഖലിക്ക് മുൻപ് തന്നെ അവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അതിരൂക്ഷമായിരുന്നു. കാരണം അന്ന് എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകളെ അടക്കമാണ് ലക്ഷ്യം വെച്ചത്. സന്ദേശ് ഖലിയിലും അത് മതത്തിൻ്റെ നിറം കൈവന്നു. അതും കടന്ന് ഇങ്ങോട്ട് വന്നാൽ ആർജിക്കർ മെഡിക്കൽ കോളേജൊക്കെ ആകുമ്പോഴേക്കും സ്ത്രീകളെ തൃണമൂലിൻ്റെ ബന്ധമുള്ള ആളുകളോ അല്ലെങ്കിൽ തൃണമൂൽ നേതാക്കളോ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അവരെ ഉപദ്രവിക്കുന്നു, അവരെ കൂട്ടബലാത്സംഗത്തിന് വിധേയരാക്കുന്നു, കൊന്നുകളയുന്നു എന്നൊരു സാഹചര്യം കണ്ടു. ഇതാ ഇപ്പോൾ സൗത്ത് കൊൽക്കത്തയിലെ ഒരു ലോ കോളേജിൽ ഒരു നിയമ വിദ്യാർത്ഥിനി അവരുടെ നേതാവ് തന്നെ പീഡിപ്പിക്കുന്നു. ഒരു MP കല്യാൺ ബാനർജി വന്ന് പറഞ്ഞത് സുഹൃത്ത് പീഡിപ്പിച്ചാൽ ഞങ്ങളെന്ത് ചെയ്യാനാണ് എന്നാണ് ചോദിച്ചത് ഈ MP. അങ്ങനെ ആ പെൺകുട്ടിയെ അപഹസിക്കുക, പരിഹസിക്കുകയാണ് ഈ MP അടക്കം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അവരുടെ മുതിർന്ന നേതാവാണ് കല്യാൺ ബാനർജി. വിരോധാഭാസം എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിൽ പ്രതിഷേധമുയർത്തിയ കേന്ദ്രമന്ത്രിയെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ബംഗാൾ പോലീസ് കേന്ദ്രമന്ത്രി സുഗാന്തയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. അതൊരു സ്വാഭാവിക നടപടി തന്നെയാണ് ബംഗാൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം ബംഗാൾ പോലീസ് അങ്ങനെയാണ്. അവർ അവിടെ പ്രതിഷേധങ്ങൾ, എതിർസ്വരങ്ങൾ അനുവദിക്കുന്ന സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നവർക്കെതിരെ ഉരുക്കുമുഷ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ളത്. മുൻപ് കേന്ദ്രമന്ത്രിമാർ തൃണമൂൽ കേഡർമാരാൽ ആക്രമിക്കപ്പെട്ട സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. വി മുരളീധരൻ അടക്കം, മലയാളിയായ കേന്ദ്രമന്ത്രി അടക്കം അവിടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺവോയ്ക്ക് നേരെയടക്കം ആക്രമണമുണ്ടായ സ്ഥലമാണ് അവിടം. അവിടെയാണ് ഇപ്പോൾ സുഗാന്ത മജുംദാർ
കേന്ദ്രമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. BJP പ്രക്ഷോഭത്തിൽ നിന്നും പിൻവാങ്ങില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും ബഹുജന പ്രക്ഷോഭം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഇത് നിസ്സാരമായി കാണാവുന്ന കാര്യമല്ല. കാരണം സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത നാടായി ബംഗാൾ മാറുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവം തെളിയിക്കുന്നത്. ശ്രീകാന്ത്, ഈ ഘട്ടത്തിൽ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം BJP ഉയർത്തുന്നത്. ഇങ്ങനെ അടിക്കടി സ്ത്രീ സുരക്ഷയില്ലാത്ത നാടായി പശ്ചിമ ബംഗാൾ മാറുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ മമതാ ബാനർജിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മമത ഈ ഘട്ടത്തിൽ രാജിവെക്കണമെന്ന വലിയ മുദ്രാവാക്യം ഉയർത്തുകയാണ് BJP. ശ്രീകാന്ത്, നീലിമ, ഒരു വനിതാ മുഖ്യമന്ത്രി, അതും മമതാ ബാനർജിയെ പോലെ ഒരു കരുത്തയായ നേതാവ് ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്നും സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അവർ ഭരണം ഏറ്റെടുത്ത് ഇന്ന് വരെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ബംഗാളിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്, ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത് സ്ത്രീ വിഭാഗമാണ് എന്നുള്ളതാണ്. ഒന്നുകിൽ അവർ വീട് കയറിയുള്ള ആക്രമണത്തിന് വിധേയരാകുന്നു, കൂട്ടബലാത്സംഗത്തിന് വിധേയരാകുന്നു, ഇനി മതത്തിൻ്റെ പേരിലുള്ള ആക്രമണത്തിന് വിധേയരാകുന്നു, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ സ്ത്രീകളെ ദ്രോഹിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. ഇനി ഇതിലെല്ലാത്തിനും അപ്പുറം ഈ തൃണമൂൽ നേതാക്കളെ കൂടി പേടിച്ച് ജീവിക്കേണ്ട സാഹചര്യമാണ് അവിടുത്തെ സ്ത്രീകൾക്കുള്ളത്. അവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുക, വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ടു പോവുക. അതായത് ഒന്ന് ആലോചിക്കണം, ഒരു പെൺകുട്ടിയെ കോളേജിൽ നിന്നും ബലമായി എടുത്തുകൊണ്ടു പോവുക, പട്ടാപ്പകലാണ് പീഡനം നടന്നത്. പിന്നീട് സെക്യൂരിറ്റി ക്യാബിനിൽ കൊണ്ടുകയറ്റുക, അവിടെ വിവസ്ത്രയാക്കി പീഡിപ്പിക്കുക, കാല് പിടിച്ച് കരഞ്ഞിട്ടും ഒരു ദയ തോന്നാതെ അത് വീഡിയോയിൽ പകർത്തുക, രണ്ടുപേർ കണ്ടുകൊണ്ട് നിൽക്കുക, ഒരാൾ പീഡിപ്പിക്കുക. ഇത് നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ മുൻപ് സാംസ്കാരികമായൊക്കെ വലിയ പൈതൃകമുള്ള ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത് എന്ന് ഓർക്കണം. സ്വാഭാവികമായും മമതാ ബാനർജി വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമാണ് നേരിടേണ്ടി വരുന്നത്. കടുത്ത പ്രതിസന്ധി മമതാ ബാനർജി നേരിടാൻ പോകുകയാണ്. BJP വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരിക്കുന്നു. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.